PSC ഈസി ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. കറണ്ട് അഫയേഴ്സിൽ ഉറപ്പായും പഠിക്കേണ്ട ചില ടോപ്പിക്കിൽ നിന്ന് സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻ. അടുത്ത LDC എഴുതുന്നവർ, അതുപോലെ പിന്നെ ഡിഗ്രി ലെവൽ എക്സാം, LP UP, കേരള PSCയുടെ ഏത് എക്സാമിന് പോകുന്നവരും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകളിൽ നിന്ന് സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും വീഡിയോ കാണുക, തീർച്ചയായും യൂസ്ഫുൾ ആവും. ഓരോ ക്വസ്റ്റ്യന്റെയും എക്സ്പ്ലനേഷൻ, അതായത് പിന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ പോലും കൺഫ്യൂസ്ഡ് ആകാത്ത വിധത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഞാൻ ഈ ഓരോ ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ പറയുന്നത്. അപ്പൊ തീർച്ചയായും പിന്നെ ഈ വീഡിയോ കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യന്റെയും പിന്നെ എക്സ്പ്ലനേഷൻസ് എല്ലാം മനസ്സിലായി കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോഴും ഒരു പേടിയില്ലാതെ, കൺഫ്യൂഷൻ ഇല്ലാതെ കറക്റ്റായ ആൻസറിലേക്ക് എത്താൻ പറ്റും. എക്സാം ഹാളിൽ പിന്നെ എല്ലാം കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഓരോ ക്വസ്റ്റ്യനും ഞാൻ വിശദീകരിച്ച് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3 വിക്ഷേപണ വാഹനം. ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണ വാഹനം LVM-3M4 വിക്ഷേപണ വാഹനമാണ് പറയുന്നത്. LVM-3M4 എന്നാണ്. ഇപ്പൊ ചന്ദ്രയാൻ 3 നിർബന്ധമായും പഠിക്കേണ്ടതാണ്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി 2023 ജൂലൈ 14 ജൂലൈ 14 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. അപ്പൊ ആ വിക്ഷേപണത്തിന്റെ വാഹനം പേരായിരുന്നു ക്വസ്റ്റ്യൻ LVM-3M4 എന്നുള്ളത്. അപ്പൊ ചന്ദ്രയാൻ 3 വിക്ഷേപണ സ്ഥലം എവിടുന്നാണ് വിക്ഷേപിച്ചത്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ വെച്ചിട്ടാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. ആ സമയത്ത് ISRO ചെയർമാൻ ആയിരുന്നത് S സോമനാഥ് ആണ്. പ്രൊഫസർ S സോമനാഥ്. ISRO ചെയർമാനായ S സോമനാഥ്. 5ാമത് ചെയർമാനാകുന്ന മലയാളിയാണ് S സോമനാഥ്. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് നിലാവ് കുടിച്ച സിംഹങ്ങൾ. S സോമനാഥിന്റെ ആത്മകഥയുടെ പേരാണ് നിലാവ് കുടിച്ച സിംഹങ്ങൾ കേട്ടോ. അപ്പൊ ISRO ചെയർമാനാകുന്ന 10ാമത്തെ വ്യക്തിയാണ് S സോമനാഥ്. നിലവിലെ ISRO ചെയർമാൻ S സോമനാഥ് ISRO ചെയർമാനാകുന്ന 5ാമത്തെ മലയാളിയും കൂടിയാണ്. അതെല്ലാം നോട്ട് ചെയ്തോളൂ, 5ാമത്തെ മലയാളി. അപ്പൊ ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ ആരാണ്? S സോമനാഥ് ആണ്. നിലവിലെ S സോമനാഥ് തന്നെയാണ്. പിന്നെ പഠിക്കേണ്ട ചന്ദ്രയാൻ 3യുടെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? വീരമുത്തുവേലാണ്. ചന്ദ്രയാൻ 3 പ്രൊജക്ട് ഡയറക്ടർ വീരമുത്തുവേൽ. അതുപോലെ ചന്ദ്രയാൻ 3 മിഷൻ ഡയറക്ടർ ചോദിക്കുകയാണെങ്കിൽ മോഹൻ കുമാർ. മിഷൻ മോഹൻ അങ്ങനെ കണക്ട് ചെയ്താൽ മതി. മിഷൻ ഡയറക്ടർ മോഹൻ കുമാർ, പ്രൊജക്ട് ഡയറക്ടർ വീരമുത്തുവേൽ കേട്ടോ. അതുപോലെ ചന്ദ്രയാൻ 3യുടെ ഏകദേശ ഭാരം 3895 കിലോ ആണ്. 3895 കിലോ. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത ഓഗസ്റ്റ് 23 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുന്നത്. ആ ദിവസം ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നു. ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനം. അങ്ങനെ ആചരിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് കേട്ടോ. ദേശീയ ബഹിരാകാശ ദിനമായി ഓഗസ്റ്റ് 23 ആചരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തതിന്റെ ഓർമ്മക്കായിട്ട് കേട്ടോ. അപ്പൊ ചന്ദ്രയാൻ 3യുടെ വാഹനം LVM-3M4 ആണ്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി 2023 ജൂലൈ 14 2023 ജൂലൈ 14. ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണ സ്ഥലം സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണ്, ശ്രീഹരിക്കോട്ടയിൽ. വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ S സോമനാഥ് ആണ്. S സോമനാഥിന്റെ ആത്മകഥ ഞാൻ പറഞ്ഞു, നിലാവ് കുടിച്ച സിംഹങ്ങൾ. അത് വിവാദങ്ങൾക്കൊടുവിൽ പിൻവലിച്ചു, വീണ്ടും പബ്ലിഷ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ ചന്ദ്രയാൻ 3 പ്രൊജക്ട് ഡയറക്ടർ വീരമുത്തുവേലാണ്. മിഷൻ ഡയറക്ടർ S മോഹൻ കുമാർ. ചന്ദ്രയാൻ 3യുടെ ഏകദേശ ഭാരം 3895 കിലോ ആണ്. അതുപോലെ ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തത് ഓഗസ്റ്റ് 23 ആ ദിവസം ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നീതി ആയോഗിന്റെ നിലവിലെ CEO. നീതി ആയോഗിന്റെ നിലവിലെ CEO BVR സുബ്രഹ്മണ്യമാണ്. BVR സുബ്രഹ്മണ്യം, CEO സുബ്രഹ്മണ്യം കേട്ടോ. ഇനി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ സുമൻ ബെറി. സുമൻ ബെറി. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. വൈസ് ചെയർമാൻ ബെറി ഉണ്ട് എന്ന് ഓർമ്മിച്ചാൽ മതി. സുമൻ ബെറി. നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ സുമൻ ബെറി. നീതി ആയോഗിന്റെ CEO ആണ് BVR സുബ്രഹ്മണ്യം. അതും അല്ലെങ്കിൽ CEO 3 അക്ഷരം ഓർമ്മിക്കുക. BVR 3 പിന്നെ ഇനീഷ്യൽ ഓർമ്മിച്ചാൽ മതി.
3 ഇനീഷ്യലുള്ള ആളാണ് CEO BVR സുബ്രഹ്മണ്യം കേട്ടോ, BVR സുബ്രഹ്മണ്യം. പിന്നെ നീതി ആയോഗിന്റെ നിലവിലെ ചെയർമാൻ, നമുക്കറിയാം ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും അല്ലെ. നീതി ആയോഗിന്റെ അപ്പം നിലവിലെ ചെയർമാൻ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1-നാണ്. ആദ്യത്തെ വൈസ് ചെയർമാൻ അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയാണ് നിലവിലെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കേട്ടോ. ധനകാര്യ കമ്മീഷന്റെ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ. നീതി ആയോഗിന്റെ ആദ്യ വൈസ് ചെയർമാനും കൂടിയാണ്. അതുപോലെ നീതി ആയോഗിന്റെ ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷന് പകരമായി വന്നതാണ് പിന്നെ നിലവിലെ CEO ആണ് BVR സുബ്രഹ്മണ്യം. BVR സുബ്രഹ്മണ്യം. ആദ്യത്തെ വൈസ് ചെയർമാൻ അരവിന്ദ് പനഗരിയ. അപ്പൊ മാറിപ്പോയത് നിലവിലെ വൈസ് ചെയർമാൻ സുമൻ ബെറി, CEO BVR സുബ്രഹ്മണ്യം. നിലവിലെ ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷൻ ആരാണ്? നരേന്ദ്രമോദിയാണ്. പിന്നെ ഉള്ളത് 2024 ഭാരതരത്ന പുരസ്കാരത്തിന് അർഹനായ കൃഷി ശാസ്ത്രജ്ഞൻ ആരാണ്? 2024 ഭാരതരത്നക്ക് അർഹനായ കൃഷി ശാസ്ത്രജ്ഞൻ ഡോക്ടർ MS സ്വാമിനാഥനാണ്. അദ്ദേഹത്തിന് മരണാനന്തരാണ് ഈ പുരസ്കാരം ലഭിക്കുന്നത്. 2023 സെപ്റ്റംബർ 28-നാണ് MS സ്വാമിനാഥൻ അന്തരിക്കുന്നത് കേട്ടോ. 2023 സെപ്റ്റംബർ 28-ന്. അപ്പൊ അടുത്തിടെ അന്തരിച്ചതുകൊണ്ട് അവരെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം നമുക്ക് എക്സാമിന്. പിന്നെ സുഗതകുമാരി ടീച്ചറൊക്കെ അന്തരിച്ച ടൈം ആ സമയത്ത് വരുന്ന ക്വസ്റ്റ്യൻസിൽ മിക്കതിലും സുഗതകുമാരി ടീച്ചറെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ MS സ്വാമിനാഥൻ, ജസ്റ്റിസ് ഫാത്തിമ ബിവി, P വത്സല, സാറ തോമസ്, അങ്ങനെ അടുത്തിടെ അന്തരിച്ചവരെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സിൽ നന്നായി മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇപ്പൊ 2024 ഭാരതരത്ന പുരസ്കാരത്തിന് അർഹനായ കൃഷി ശാസ്ത്രജ്ഞൻ ആരാണ്? MS സ്വാമിനാഥൻ. എത്ര പേർക്കാണ് 2024 ഭാരതരത്ന ലഭിച്ചത്? 5 പേർക്കാണ് 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത്. ആദ്യമായിട്ടാണ് 5 പേർക്ക് ഒരുമിച്ചിട്ട് ഭാരതരത്ന പുരസ്കാരം ഒരേ വർഷം കൊടുക്കുന്നത്. അപ്പൊ MS സ്വാമിനാഥനെ കൂടാതെ മുൻ ഉപപ്രധാനമന്ത്രിയായിരുന്ന LK അദ്വാനി, അതുപോലെ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിമാരായ നരസിംഹറാവു, ചരൺ സിംഗ് എന്നിവരൊക്കെ ഈ ഭാരതരത്ന ജേതാക്കളിലുണ്ട്. അതുപോലെ ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയായ കർപ്പൂരി താക്കൂർ, അവർക്കും മരണാനന്തര കൊടുത്തത്. ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി താക്കൂർ, പിന്നെ MS സ്വാമിനാഥൻ, അതുപോലെ LK അദ്വാനി, നരസിംഹറാവു, ചരൺ സിംഗ്, ചൗധരി ചരൺ സിംഗ്, ഇങ്ങനെ 5 പേർക്കാണ് 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത്. അപ്പം ഭാരതരത്ന പുരസ്കാരത്തിന് 2024 അർഹനായ കൃഷി ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ MS സ്വാമിനാഥനാണ്. നമുക്കറിയാം MS സ്വാമിനാഥൻ അന്തരിച്ച് ഞാൻ പറഞ്ഞു 2023 സെപ്റ്റംബർ 28-നാണ്. വേൾഡ് ഫുഡ് പ്രൈസ് ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനാണ് MS സ്വാമിനാഥൻ. വേൾഡ് ഫുഡ് പ്രൈസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ. അതുപോലെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന MS സ്വാമിനാഥനാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥനാണ്. 1971-ലാണ് മാക്സസെ അവാർഡ് കിട്ടിയത്. MS സ്വാമിനാഥന് മാക്സസെ അവാർഡ് 1971-ല്, അതുപോലെ 72-ല് പത്മഭൂഷൺ. മാക്സസെ കഴിഞ്ഞ ഉടനെ പത്മഭൂഷൺ ലഭിച്ചു എന്ന് ഓർമ്മിച്ചാൽ മതി. 71 മാക്സസെ, 72 പത്മഭൂഷൺ. അതുപോലെ പത്മശ്രീ ലഭിച്ചത് അതിന് മുമ്പാണ്, 67-ലേ കിട്ടി കേട്ടോ. 67 പത്മശ്രീ, 71 മാക്സസെ പുരസ്കാരം, 72-ല് പത്മഭൂഷൺ. ഇതെല്ലാം MS സ്വാമിനാഥ്. അതുപോലെ അദ്ദേഹം വികസിപ്പിച്ച ഗോതമ്പിനത്തിന്റെ പേര് സർബതി സോനോര എന്നാണ്. സർബതി സോനോര. ഇപ്പൊ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. 2024 ഭാരതരത്ന പുരസ്കാരത്തിന് അർഹനായ കൃഷി ശാസ്ത്രജ്ഞനാണ് MS സ്വാമിനാഥൻ. വേൾഡ് ഫുഡ് പ്രൈസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് MS സ്വാമിനാഥ്. അതുപോലെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നുണ്ട്. 1971-ല് മാക്സസെ പുരസ്കാരം ലഭിച്ചു. 1972-ല് രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു. അതുപോലെ 1967-ല് പത്മശ്രീ പുരസ്കാരവും ലഭിച്ചു. 2023 സെപ്റ്റംബർ 28-നാണ് അന്തരിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിലവിലെ കേരള സ്പോർട്സ് മിനിസ്റ്റർ ആരാണ്? നിലവിലെ കേരള സ്പോർട്സ് മന്ത്രി V അബ്ദുറഹ്മാൻ ആണ്. കേരളത്തിന്റെ സ്പോർട്സ് മിനിസ്റ്റർ ആരാണ്? ക്വസ്റ്റ്യൻ V അബ്ദുറഹ്മാൻ. V അബ്ദുറഹ്മാനാണ് നിലവിൽ കേരള സ്പോർട്സ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി കേട്ടോ. പിന്നെ മന്ത്രിമാരും വകുപ്പുകളും ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ കേന്ദ്ര മന്ത്രിമാരും വകുപ്പുകളും കേരളത്തിലെ മന്ത്രിമാരും വകുപ്പുകളും പിന്നെ അതുപോലെ അവർ പ്രതിനിധാനം ചെയ്ത മണ്ഡലങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. അത് കാണാത്തവരൊന്ന് കാണുക കേട്ടോ. ഇതിപ്പം ജസ്റ്റ് മന്ത്രിമാരുടെ പേരും അവരെ വകുപ്പുകളും മാത്രം കുറച്ച് പറയാം. നിലവിൽ കേരള സ്പോർട്സ് മിനിസ്റ്റർ V അബ്ദുറഹ്മാൻ. അതുപോലെ വനം മന്ത്രി AK ശശീന്ദ്രനാണ്. കേരളത്തിന്റെ വനം മന്ത്രി AK ശശീന്ദ്രൻ. വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ശിവൻകുട്ടി. വിദ്യാഭ്യാസ ശിവൻകുട്ടി.
ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. കേരളത്തിന്റെ ഗതാഗത ഗണേഷ് കുമാർ. ടൂറിസം പൊതുമരാമത്ത് മുഹമ്മദ് റിയാസ് കേട്ടോ. ടൂറിസം മുഹമ്മദ് റിയാസ്. ആരോഗ്യ വകുപ്പ് വീണ ജോർജ്. നമുക്കറിയാം, വീണാൽ ആരോഗ്യം പോകുന്ന ഓർമ്മിച്ചിട്ട് കുറെ ആൾക്കാർ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. വീണ ജോർജ് ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി. അതുപോലെ മൃഗസംരക്ഷണം ചിഞ്ചു റാണിയാണ്. കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. തദ്ദേശ സ്വയംഭരണം MB രാജേഷ്. കേരളത്തിന്റെ വൈദ്യുതി വകുപ്പ് കൃഷ്ണൻകുട്ടി. ശിവൻകുട്ടി വിദ്യാഭ്യാസം, അതുപോലെ വൈദ്യുതി വകുപ്പ് കൃഷ്ണൻകുട്ടി. ഭക്ഷ്യമന്ത്രി GR അനിലാണ് കേട്ടോ. ഇപ്പൊ നിലവിലെ മന്ത്രിമാരും വകുപ്പുകളും നിർബന്ധമായും പഠിച്ചിട്ട് പോകുക എക്സാമിന് പോകുന്നവര്. ഇപ്പൊ കേരള സ്പോർട്സ് മിനിസ്റ്റർ V അബ്ദുറഹ്മാനാണ്. നമുക്കറിയാം മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതുപോലെ വനം മന്ത്രി AK ശശീന്ദ്രൻ. വിദ്യാഭ്യാസം ശിവൻകുട്ടി. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറാണ്. ടൂറിസം പൊതുമരാമത്തൊക്കെ കൈകാര്യം ചെയ്യുന്ന മുഹമ്മദ് റിയാസ് ആണ്. കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി വീണ ജോർജ്. തദ്ദേശ സ്വയംഭരണം MB രാജേഷ് ആണെങ്കിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടിയാണ്. കേരളത്തിന്റെ നിലവിലെ ഭക്ഷ്യമന്ത്രി GR അനിലാണ്. GR അനിൽ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 UN അന്താരാഷ്ട്ര ഡാഷ് വർഷമായി ആചരിക്കുന്നു. എന്ത് വർഷമായിട്ട് ആചരിക്കുന്നത്? 2024 ഒട്ടക വർഷമായിട്ടാണ് ആചരിക്കുന്നത് കേട്ടോ. 2024 UN അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ടാണ് ആചരിക്കുന്നത്. 2024 ഒട്ടക വർഷം. അപ്പൊ 2023 എന്ത് വർഷമായിരുന്നു? അത് മുമ്പ് PSC എക്സാമിന് ചോദിച്ചതാണ്. 2023 ചെറുധാന്യ വർഷം, മില്ലറ്റ് ഇയർ കേട്ടോ. ചെറുധാന്യ വർഷമായിട്ടാണ് 2023 ആചരിച്ചത്. 2023 ചെറുധാന്യ വർഷം. 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷം. 2022 അന്താരാഷ്ട്ര കൈത്തൊഴിൽ മത്സ്യബന്ധനം ജലകൃഷി വർഷമായിട്ടെല്ലാം ആചരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അന്താരാഷ്ട്ര സാമ്പത്തിക സുസ്ഥിര വികസന വർഷമായിട്ടാണ് 2021 ആചരിച്ചത്. അപ്പൊ നോട്ട് ചെയ്തോളൂ, 2021 അന്താരാഷ്ട്ര സാമ്പത്തിക സുസ്ഥിര വികസന വർഷം. 2022 അന്താരാഷ്ട്ര കൈത്തൊഴിൽ മത്സ്യബന്ധനം ജലകൃഷി വർഷമായിട്ട് ആചരിച്ചു. 2023 ചെറുധാന്യ വർഷം അഥവാ അന്താരാഷ്ട്ര മില്ലറ്റ് ഇയർ ആയിട്ട് ആചരിച്ചു. പിന്നെ 2024 UN അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ട് ആചരിക്കുന്നു. ഒട്ടക വർഷം 2024. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നീതിയുടെ ധീരസഞ്ചാരം ആരെക്കുറിച്ചുള്ളതാണ്? നീതിയുടെ ധീരസഞ്ചാരം ഫാത്തിമ ബീവി. ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ കുറിച്ചുള്ളതാണ് നീതിയുടെ ധീരസഞ്ചാരം എന്നുള്ളത്. 2023 നവംബർ 23 ഫാത്തിമ ബീവി, ജസ്റ്റിസ് ഫാത്തിമ ബീവി അന്തരിക്കുന്നത്. ഞാൻ പറഞ്ഞു അന്തരിച്ചവരെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ നിർബന്ധമായും പഠിക്കണം. 2023 നവംബർ 23 ജസ്റ്റിസ് ഫാത്തിമ ബീവി അന്തരിക്കുന്നത്. നമുക്കറിയാം സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയാണ് ഫാത്തിമ ബീവി. ഗവർണർ സ്ഥാനത്തെത്തുന്ന ആദ്യ മലയാളി വനിത, ആദ്യ മുസ്ലിം വനിതാ ഗവർണറൊക്കെ ഫാത്തിമ ബീവിയാണ്. കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതയാണ്, വനിതാ ജഡ്ജിയാണ്. പിന്നെ കേരളത്തിലെ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ്. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ പരമോന്നത കോടതിയിലെ ന്യായാധിപതിയാകുന്ന ആദ്യ വനിത ജസ്റ്റിസ് ഫാത്തിമ ബീവി. 2024 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിക്കുകയുണ്ടായി കേട്ടോ. 2024 പത്മഭൂഷൺ O രാജഗോപാലിനും ജസ്റ്റിസ് ഫാത്തിമ ബീവിക്കുമാണ് ലഭിച്ചത് 2024 കേട്ടോ. 2024 രാജ്യം പത്മഭൂഷൺ നൽകി. 2023 കേരള പ്രഭ പുരസ്കാരവും ജസ്റ്റിസ് ഫാത്തിമ ബീവിക്കാണ്. കേരള പ്രഭ പുരസ്കാരം. അപ്പൊ നീതിപാതയിലെ ധീര വനിത ആരെക്കുറിച്ചുള്ളതാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ കുറിച്ചുള്ളതാണ്. 2024 സന്തോഷ് ട്രോഫി കിരീടം നേടിയത്. 2024 സന്തോഷ് ട്രോഫി ജേതാക്കൾ സർവീസസ് ആണ്. സർവീസസ് ഗോവയെയാണ് തോൽപ്പിച്ചത്. ഇപ്പൊ 2024 സന്തോഷ് ട്രോഫി വിന്നർ ആരാണ്? സർവീസസ്. 2024 സന്തോഷ് ട്രോഫി ഫുട്ബോളിന് വേദിയായത് എവിടെയാണ്? അരുണാചൽ പ്രദേശാണ് വേദിയായത്. അപ്പൊ വിന്നർ സർവീസസ്, തോൽപ്പിച്ചത് ഗോവയെയാണ്. 2024 നടന്നത് 77ാമത് സന്തോഷ് ട്രോഫി മത്സരമാണ്. 77ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോളിന് പുതിയ പേരിലുണ്ടായിരുന്നു, ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിഫ സന്തോഷ് ട്രോഫി എന്നാക്കിയിട്ടുണ്ട് അല്ലെ. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിന്റെ പുതിയ പേര് ഫിഫ സന്തോഷ് ട്രോഫി എന്നാക്കിയിട്ടുണ്ട്. കേരളം ഇതുവരെ 7 തവണയാണ് സന്തോഷ് ട്രോഫി കിരീടം നേടിയത്. ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടിയതിന്റെ 50ാം വാർഷികം ആഘോഷിച്ചത് 2023 കേട്ടോ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടിയതിന്റെ 50ാം വാർഷികം ആഘോഷിച്ചത് 2023. ഏറ്റവും കൂടുതൽ തവണ സന്തോഷ് ട്രോഫി വിന്നറായത് ബംഗാളാണ്. ബംഗാൾ. അപ്പൊ കേരളം 7 തവണ. 2024 വിന്നർ സർവീസസ്, നടന്നത് അരുണാചൽ പ്രദേശിൽ വെച്ചിട്ട്. 77ാമത് മത്സരം നടന്നത്.
പിന്നെ പുതിയ പേര് ഫിഫ സന്തോഷ് ട്രോഫി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആടുജീവിതം എന്ന കൃതി രചിച്ചത് ആര്? ആടുജീവിതം ഇപ്പൊ ഫേമസ് ആയതുകൊണ്ട് എല്ലാവർക്കും കിട്ടുമല്ലേ. ആടുജീവിതം ബെന്യാമിന്റെ ആണ്. ആടുജീവിതം ബ്ലസ്സി സിനിമയാക്കി അല്ലെ. ബ്ലസ്സി സിനിമയാക്കിയിട്ട് അതിൽ പൃഥ്വിരാജ് അഭിനയിച്ചു. അതിനും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. കാരണം ഏറ്റവും വേഗത്തിൽ 100 കോടി ക്ലബിൽ ഇടം നേടിയ മലയാളം ഫിലിം, 100 കോടി കളക്ഷൻ ഏറ്റവും വേഗത്തിൽ നേടിയ മലയാളം ഫിലിം ഏതാണെന്ന് ചോദിച്ചാൽ ആടുജീവിതമാണ്. ഏറ്റവും വേഗത്തിൽ 100 കോടി പിന്നെ കളക്ഷൻ മലയാള സിനിമ ആടുജീവിതം. ആടുജീവിതം എന്ന കൃതി രചിച്ചത് ബെന്യാമീനാണ്. ബെന്യാമിന്റെ യഥാർത്ഥ പേര് ബെന്നി ഡാനിയൽ ആണ്. ബെന്നി ഡാനിയൽ. 44ാമത് 2021 വയലാർ അവാർഡൊക്കെ നേടിയത് ബെന്യാമീനാണ്. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിക്ക്. 2021 44ാമത് വയലാർ അവാർഡ് ബെന്യാമീന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ JCB സാഹിത്യ പുരസ്കാരം ആദ്യമായി നേടിയത് ബെന്യാമീനാണ്. ഉഴവൂർ വിജയൻ സ്മാരക പുരസ്കാരം 2023 ബെന്യാമീന് ലഭിച്ചു. പിന്നെ ആടുജീവിതത്തിന്റെ ഫസ്റ്റ് ആരംഭിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണെന്ന മുഖക്കുറിപ്പോടെ ആരംഭിക്കുന്ന നോവല് ആടുജീവിതാണ് കേട്ടോ. നജീബാണ് അതിൽ പ്രധാന കഥാപാത്രം. പശ്ചാത്തലമായ രാജ്യം ചോദിക്കുകയാണെങ്കിൽ സൗദി അറേബ്യയാണ്. നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണെന്ന മുഖക്കുറിപ്പോടെ ആരംഭിക്കുന്ന നോവലാണ് ഈ ആടുജീവിതം. രചിച്ചത് ബെന്യാമീനാണ്. പ്രധാന കഥാപാത്രം നജീബ്. പശ്ചാത്തലമായ രാജ്യം സൗദി അറേബ്യ. ഈ ആടുജീവിതാണ് പിന്നെ ബ്ലസ്സി സംവിധാനം ചെയ്തുകൊണ്ട് പൃഥ്വിരാജിനെ നായകനാക്കിയിട്ട് സിനിമയായത്. മലയാള സിനിമയിൽ ആദ്യമായി 100 കോടി ക്ലബിൽ ഏറ്റവും വേഗത്തിൽ ഇടം നേടിയത് ഈ ആടുജീവിതാണ്. നെക്സ്റ്റ് 2023 വയലാർ അവാർഡ് ജേതാവ്. 2023 വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് 2023 വയലാർ അവാർഡ് കേട്ടോ. ജീവിതം ഒരു പെൻഡുലം ആരാ എഴുതിയത്? ശ്രീകുമാരൻ തമ്പി. ഇപ്പൊ 2023 47ാമത് വയലാർ അവാർഡാണ് കൊടുക്കുന്നത്. 47ാമത് കൊടുത്തത്. 47ാമത് വയലാർ അവാർഡ് ആരൊക്കെയാണെന്നും ചോദിക്കാൻ 2023 ക്വസ്റ്റ്യനിൽ തരണമെന്നില്ല ചിലപ്പോ. ഇപ്പൊ 47ാമത് വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പി. വയലാർ അവാർഡ് കൂടാതെ 2023 ഹരിവരാസനം പുരസ്കാര ജേതാവും ശ്രീകുമാരൻ തമ്പിയാണ്. പത്മപ്രഭ പുരസ്കാരം 23ാമത് പത്മപ്രഭ പുരസ്കാര ജേതാവും ശ്രീകുമാരൻ തമ്പിയാണ്. അതുപോലെ 2023 വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതി നൽകുന്ന ബഷീർ ബാല്യകാല സഖീസ് പുരസ്കാര ജേതാവും ശ്രീകുമാരൻ തമ്പിയാണ്. ഏറ്റവും ഒടുവിലായി വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പി. വയലാർ അവാർഡ് നേടിക്കൊടുത്ത അദ്ദേഹത്തിന്റെ കൃതി ജീവിതം ഒരു പെൻഡിൽ എന്നാണ്. 2023 കൊടുത്തത് 47ാമത് വയലാർ അവാർഡാണ്. 47ാമത്. നെക്സ്റ്റ് 2024 ലോക സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം. 1ാം സ്ഥാനത്ത് ഫിൻലാൻഡ് ആണ്. ഫിൻലാൻഡ്. ലോക സന്തോഷ സൂചിക 1ാം സ്ഥാനം ഫിൻലാൻഡ്. പിന്നെ ഇന്ത്യയുടെ സ്ഥാനം 126 ആണ് കേട്ടോ. 2024 2023 126ാം സ്ഥാനം തന്നെയാണ്. ലോക സന്തോഷ സൂചിക പ്രകാരം 1ാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലാൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 126 ആണ്. ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും പിറകിലുള്ള രാജ്യം അഫ്ഗാനിസ്ഥാൻ. ഏറ്റവും മുന്നിൽ ഫിൻലാൻഡ് 1ാം റാങ്ക് പറഞ്ഞു. ഏറ്റവും പിറകിലുള്ള രാജ്യം അഫ്ഗാനിസ്ഥാനാണ് കേട്ടോ. അഫ്ഗാനിസ്ഥാൻ. ഇപ്പൊ ഫിൻലാൻഡ് 7ാം തവണയാണ് ഈ നേട്ടം കൈവരിക്കുന്നത്. ലോക സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനത്ത് തുടരുന്നത് 7ാം തവണയാണ് ഫിൻലാൻഡ്. ഇപ്പൊ 2022 ഇന്ത്യക്ക് 136ാം സ്ഥാനമായിരുന്നു 2022. പിന്നെ ഇപ്പോൾ 126, 10 റാങ്ക് കുറഞ്ഞു. അതായത് കുറച്ച് സന്തോഷം കൂടിയിട്ടുണ്ട് എന്നർത്ഥം ഇന്ത്യയിൽ. ലോക സന്തോഷ സൂചിക 2022 ഇന്ത്യയുടെ സ്ഥാനം 136, 2023 2024 126 കേട്ടോ. ഏറ്റവും മുന്നിലുള്ള രാജ്യം ഫിൻലാൻഡ്. നെക്സ്റ്റ് 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത്. ബ്രിക്സ് അത് എല്ലാവർക്കും കൺഫ്യൂഷൻ ആകുന്ന ക്വസ്റ്റ്യൻ ആണ്. ബ്രിക്സ് G20 G7. ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന റഷ്യയാണ്, ബ്രസീൽ അല്ല കേട്ടോ, റഷ്യ. 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് റഷ്യ. 16ാമത് ബ്രിക്സ് ഉച്ചകോടിയാണ് റഷ്യയിൽ നടക്കുന്നത്. 16. അപ്പൊ 15 എവിടെയായിരുന്നു? സൗത്ത് ആഫ്രിക്കയിലാണ് കേട്ടോ. 2023 ബ്രിക്സ് ഉച്ചകോടി നടന്നത് സൗത്ത് ആഫ്രിക്കയിൽ. അപ്പൊ ബ്രിക്സ് ഉച്ചകോടി 2024 വേദി റഷ്യ. ബ്രിക്സ് റഷ്യ. G20 അറിയാം അല്ലെ? G20 എവിടെയാണ്? 2023 ഇന്ത്യയിലായിരുന്നു. 2024 അതാണ് ബ്രസീൽ കേട്ടോ. G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമാണ് ബ്രസീൽ. മാറിപ്പോയത്. ബ്രിക്സ് റഷ്യ, G20 ബ്രസീൽ. G20 2025 വേദിയാകുന്നത് സൗത്ത് ആഫ്രിക്കയാണ്. സൗത്ത് ആഫ്രിക്ക.
ഇപ്പൊ 2022 ഇന്തോനേഷ്യ, പിന്നെ ഇന്ത്യയിൽ, അത് കഴിഞ്ഞ് ബ്രസീൽ, ഇനി 2025 നടക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ട്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കറണ്ട് അഫയേഴ്സ് പാർട്ടിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ട് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായും അടുത്ത എക്സാമിന് പോകുന്നവർ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിർബന്ധമായും പഠിച്ചിരിക്കണം. സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ വന്നാൽ നന്നായി ആൻസർ ചെയ്യാൻ പറ്റണമെങ്കിൽ, കൺഫ്യൂഷൻ ആവാതെ ആൻസർ ചെയ്യാൻ പറ്റണമെങ്കിൽ, പിന്നെ നമുക്ക് ഡീപ്പ് നോളജ്, അഗാധമായ അറിവുണ്ടായിരിക്കണം ഓരോ ക്വസ്റ്റ്യൻസെ കുറിച്ചിട്ടും ഓരോ ടോപ്പിക്കിനെ കുറിച്ചിട്ടും, കറണ്ട് അഫയേഴ്സിലായാലും ബാക്കി ഏത് GK ക്വസ്റ്റ്യൻസ് മേഖലയിലായാലും. അപ്പൊ നന്നായി പഠിക്കുക. നന്നായി ഹാർഡ് വർക്ക് ചെയ്തവർക്ക് മാത്രമേ, നമുക്കറിയാം കോമ്പറ്റീഷൻ ടൈറ്റ് ആവുകയാണ്. പിന്നെ കുറേ പേരെ തോൽപ്പിച്ചുകൊണ്ടാണ് നമുക്ക് 2024 LDC എന്നുള്ള പിന്നെ ആ ജോലി കരസ്ഥമാക്കാൻ വേണ്ടി പോകേണ്ടത്. അപ്പൊ അതുകൊണ്ട് നന്നായി പഠിക്കുക. പിന്നെ സമയങ്ങൾ കൂടുതൽ പഠനത്തിനായി മാത്രം ചെലവഴിക്കുക. നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയിലൊക്കെ ജൂലൈയിലാണ് എക്സാം എന്നുള്ളത് എല്ലാം പുറത്തു വന്നല്ലേ. എക്സാം ഡേറ്റ് ഒക്കെ ഔട്ടായി, എപ്പോഴാണെന്നെല്ലാം അറിഞ്ഞു. ജൂലൈയിലാണ് തിരുവനന്തപുരം ജില്ലക്ക് നടക്കുക. പിന്നെ ഓരോരോ മാസങ്ങളിൽ, അടുത്ത ഓരോ മാസങ്ങളിലായിട്ട് ഓരോ ജില്ലക്കായിട്ട് നടക്കും. അപ്പൊ എന്തായാലും പഠിക്കാൻ നമ്മളെ മുമ്പിൽ കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ സമയം അത്രയും നമ്മൾ നന്നായി യൂസ് ചെയ്യുക. പിന്നീട് ഓരോ മാർക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല, പഠിക്കാൻ ഇടവരരുത്. അപ്പൊ എന്റെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും പിന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമന്റ്സിലൂടെ രേഖപ്പെടുത്തുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ചാനൽ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്